ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ സന്നദ്ധ സംഘടനകളിൽ ഒന്നായ വേൾഡ് വിഷൻ ഇന്ത്യയെ വിദേശ ധനസഹായം സ്വീകരിക്കുന്നതിൽ നിന്നും നിരോധിച്ച് സർക്കാർ. വിദേശ ഫണ്ടുകൾ സ്വീകരിക്കുന്നതിനുള്ള തങ്ങളുടെ രജിസ്ട്രേഷൻ ഫെഡറൽ സർക്കാർ റദ്ദാക്കിയെന്ന് NGOയുമായി ബന്ധമുള്ള പേര് വെളിപ്പെടുത്താത്ത ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അതേസമയം രാജ്യത്തിനുള്ളിൽ നിന്ന് തന്നെ ധനസഹായത്തിന്റെ പിന്തുണ ഉള്ളതുകൊണ്ട് നിരോധനം രാജ്യത്തിലുള്ള ഒരു ഏജൻസിയുടെ പദ്ധതികളെ പ്രതികൂലമായി ബാധിക്കില്ലെന്ന് സന്നദ്ധ സംഘടനയുടെ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. 7 പതിറ്റാണ്ടുകളായി കുട്ടികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ത്യയിൽ സന്നദ്ധ സഹായം ലഭ്യമാക്കുന്ന വേൾഡ് വിഷൻ ഇന്ത്യയുടെ ഉദ്യോഗസ്ഥൻ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ വിസമ്മതിച്ചു. വേൾഡ് വിഷൻ ഇന്ത്യയുടെ രാജ്യവ്യാപകമായ പ്രവർത്തനങ്ങളുടെ ചെലവ് നിറവേറ്റാൻ ആഭ്യന്തര ഫണ്ട് അപര്യാപ്തമായതുകൊണ്ട് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് രജിസ്ട്രേഷൻ റദ്ദാക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം രാജ്യത്തിലുള്ള പ്രവർത്തനത്തെ മന്ദഗതിയിലാക്കുമെന്ന് സൂചനയുണ്ട്. വേൾഡ് വിഷൻ ഇന്ത്യ 22 സംസ്ഥാനങ്ങളിലായി പ്രവർത്തന നിരതമാണ്. NGOയുടെ FCRI രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതിന് പിന്നിലെ കാരണങ്ങളോ മറ്റു വിവരങ്ങളോ ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിട്ടില്ല. 2014 ഭാരതീയ ജനതാ പാർട്ടിയുടെ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിനു ശേഷം 16,000-ലധികം NGOകളുടെ FCRI ലൈസൻസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. 2022 ജനുവരിയിലെ കണക്കനുസരിച്ച് രാജ്യത്ത് 16,989 FCRI രജിസ്റ്റർ ചെയ്ത NGOകൾ ഉണ്ട്. മദർ തെരേസ സ്ഥാപിച്ച മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ സന്നദ്ധ സ്ഥാപനങ്ങളെയും കേന്ദ്ര സർക്കാർ വേട്ടയാടിയിട്ടുണ്ട്.